ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാനുള്ള വിഷയമാണല്ലോ വിവാദമായത്. ചില ആളുകൾ മുത്തശ്ശി പത്രങ്ങളിൽ എഴുതി വെച്ചോ 6 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ആളല്ലേ മുഹമ്മദ് നബി. മഅദല്ലാഹ്, ചരിത്രം വായിക്കാത്തവനെ, ചരിത്രത്തെ മഞ്ഞ കണ്ണുകൊണ്ട് കണ്ടവന്, ചരിത്രത്തിൽ തിമിരം കടത്തിക്കൂട്ടിയവന്, ചരിത്രത്തിന്റെ ചാരിത്ര വിശുദ്ധിയിൽ കരിവാരി തേച്ചവന് എന്നോട് ഗതകാല സംഭവങ്ങൾ മാപ്പ് തരൂല. 6-ാം വയസ്സിൽ നടന്നത് അതാ നിക്കാഹാണ്. പിന്നെ 2-3 കൊല്ലോ ആയിഷ ബീവിയും മുത്തുനബിയും സംഗമിച്ചിട്ടില്ല. 6 വയസ്സുള്ള 8 പൊട്ട് തിരിയാത്ത മോളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയില്ലേ? ഇല്ല, തെളിയിക്കാൻ കഴിയില്ല. ഇല്ല. പിന്നെ നടന്ന എന്താ അറിയോ? ഖദീജാവിയുടെ വഫാത്ത് റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു പ്രയാസമായി, വലിയ പ്രയാസം. കാരണം ഗർഭത്തിൽ 4 മാസമായപ്പോൾ വാപ്പ പിരിഞ്ഞതാണ്. 6-ാം വയസ്സിൽ വാപ്പന്റെ ഖബറിങ്ങൽ വെച്ചുകൊണ്ട് അബവാഹ് മലക്കുന്നിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഉമ്മാന്റെ വേർപാടാണ്. പിന്നെ ഉമ്മു ഐമൻ അൽ ബറക്കത്തുൽ ഹബശിയ റളിയല്ലാഹു തആല അൻഹയാണ് മുത്ത് റസൂലുള്ളാഹിയാകുന്ന 6 വയസ്സുള്ള പൊന്നുമോനെ അബ്ദുൽ മുത്തലിബാകുന്ന വല്ലിപ്പയെ ഏൽപ്പിക്കുന്നത്. ഒരു 8-ാം വയസ്സാകുമ്പോൾ താങ്ങും തണലുമായി കുട്ടിയെ പോറ്റിയിരുന്ന, യതീം കുട്ടിയെ പോറ്റിരുന്ന വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബും വഫാത്താവുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസക്കയുടെ വീട്ടിൽ ഇന്ന് വല്ലാത്ത ദുഃഖമാണല്ലോ. വാപ്പ മരിച്ചു, 2 ജ്യേഷ്ഠന്മാര് മരിച്ചു. ഇന്നലെ ആ മൂസക്കയുടെ പൊന്നുമോന്റെ പ്രസ്താവനകൾ കേട്ടില്ലേ? വീട്ടിൽ നിന്ന് 3 ആളുകൾ ഒരേ പ്രാവശ്യമതാ ഒരേപോലെ കടന്നുപോയി. ഇനി ഞാനും എന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങളും വിമർശനങ്ങളും കേട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ കാക്ക മലേഷ്യയിൽ പോയിട്ടില്ല, എന്നിട്ടും മാരകമായ നിപ്പോ വൈറസ് പിടിപെട്ടുകൊണ്ട് ദാരുണമായി മരിച്ചുപോയി. അവരുടെ വേർപാടിന്റെ വിരഹദുഃഖം പേറി നടക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളുടെ തീച്ചൂട് നൽകി നമ്മുടെ ആശ്വാസത്തെ കരിക്കുന്നത് കാണുമ്പോ വല്ലാത്ത ദുഃഖം തന്നെ. റബ്ബേ, മൂസക്കും മക്കൾക്കും നീ രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകണേ റബ്ബേ. ഇന്നും നിപ്പ വൈറസ് കൊണ്ട് ഒരാൾ കൂടി മരിച്ച റിപ്പോർട്ട് കേട്ട് ഞെട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് മരക്കൊത്തിയിൽ നിന്നാണോ നനച്ചൂരിൽ നിന്നാണോ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മൂസക്കയുടെ കിണറ്റിലുള്ള നനച്ചീറ് പഴം തിന്നിട്ടില്ല, പ്രാണികളെ തിന്ന് കഴിയുന്ന നനച്ചീറാണെന്ന് കേന്ദ്ര വിദഗ്ധ സംഘം അടയാളപ്പെടുത്തി. അപ്പൊ നനച്ചീറിൽ നിന്നല്ല, പിന്നെ കോഴിയിൽ നിന്നാണോ, പ്രാവിൽ നിന്നാണോ, അതോ കാക്കയിൽ നിന്നാണോ, താറാവിൽ നിന്നാണോ, ഈച്ചയിൽ നിന്നാണോ എന്നതൊക്കെ പൊടിപിടിച്ച ചർച്ചയാണ്. ഇന്നത്തെ ചർച്ചയില് പഴങ്ങളിൽ നിന്നാണെന്നുള്ള ചർച്ചയാണ് കടന്നു വരുന്നത്. അതുകൊണ്ടതാ പല വിദേശ നാടുകളിൽ നിന്നും കേരളത്തിൽ നിന്നൊരാൾ അങ്ങോട്ട് കയറാൻ പാടില്ല, അവിടെ നിന്ന് കേരളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. പോരാ, കേരളത്തിൽ നിന്ന് ഫ്രൂട്ട്സുകള്, പഴങ്ങള് വിദേശ നാടുകളിൽ പല നാടുകളും അതാ വിരോധിച്ചു കഴിഞ്ഞു, ഇങ്ങോട്ട് ഇറക്കാൻ പാടില്ല. ഇത് മറ്റ് രാജ്യങ്ങളിൽ പഴയകാലത്ത് നമ്മൾ കേട്ട അള്ളാഹുവിന്റെ അദാബിന്റെ ഒരു സമ്പ്രദായമാണ്. റബ്ബ് നമ്മുടെ മലപ്പുറം ജില്ലയടക്കം കോഴിക്കോട് ജില്ലകളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഗ്ഫിറത്തിന്റെ 10-ലും ആദ്യത്തെ റഹ്മത്തിന്റെ 10-ലുമാണെന്ന് മറക്കണ്ട. അതിന് കാരണം നമ്മളാണെന്ന് ചിന്തിച്ചോ. റബ്ബേ, ഞങ്ങളുടെ സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് ഈ മാറാപ്പിന്റെ പ്രയാസത്തിന്റെ കടും അദാബിൽ നിന്ന് റബ്ബേ, ഈ അദാബിന്റെ ആ ചാട്ടുളിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതോടുകൂടി ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദരന്മാര്, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവിയുടെ 6-ാം വയസ്സാണ്. ഖദീജ ബീവി വഫാത്തായ റസൂലുള്ളാഹി വളരെ പ്രയാസത്തിൽ കഴിയുമ്പോ ഉസ്മാൻ ഇബ്നു മദഊൻ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയുടെ ഭാര്യയായ ഖൗലത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിനോട് മറ്റൊരു വിവാഹ കാര്യം പറയാൻ ആർക്കും ധൈര്യമില്ലാതെ നിൽക്കുമ്പോഴാണ് ഖൗലത്ത് ബീവി രംഗത്ത് വന്നുകൊണ്ട് ചോദിച്ചു, യാ ആയിഷയെ കല്യാണം കഴിച്ചുകൂടെ നബിയേ? ചെറിയ കുട്ടിനെ കല്യാണം കഴിക്കാം, ഇന്ത്യൻ നിയമമല്ല പറയുന്നത്, കേരളത്തിന്റെ അവസ്ഥയല്ല
ദീനിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ല പഴയ കാലത്ത് ഒരു അപകടം നടന്നത് ഉസ്താദന്മാര് പഴയ പ്രഭാഷണങ്ങളിലൊക്കെ പറയാറുണ്ട്. എന്താ, ഒരാള് വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി മുലൊടിച്ച് വളർന്നേ കണ്ടു. ആ പെൺകുട്ടിനെ നിക്കായതു മണവാട്ടിയാക്കി സ്വീകരിച്ചു. മുലൊടി പ്രായത്തിൽ. കാക്കന്റെ പ്രായം 60, കുട്ടിക്ക് പ്രായം 9 മാസം. എന്നിട്ട് ഭാര്യനെ വക്കത്തെച്ച് ഇരുത്തി ചുംബിച്ചിങ്ങനെ കൊണ്ടുവരികയാണ്. കൊച്ചു കുഞ്ഞല്ലേ. വീട്ടിൽ വന്നപ്പോൾ പെണ്ണുങ്ങൾ വെച്ചു, ഉദ്ദേ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചു. ടെൻഷനാവുന്ന വേണ്ട, ഇതിന്റെ പെണ്ണുങ്ങളാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളെ രണ്ടാമത്തെ ഭാര്യയായി സ്വീകരിച്ചാൽ നമ്മളെ നിലവിലുള്ള പെണ്ണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ തേടി പിടിച്ച് നടക്കും വേണ്ട. അല്ല, ഇങ്ങനത്തെ ഒരു 8 മാസം 6 മാസമൊക്കെ കഴിഞ്ഞ ഒരു ചെറിയ മുത്തിനെ കോട്ടി കിട്ടണമാതിരി ഉറ്റിങ്ങനെ കൊടുത്തിട്ട് കൊലായ്മ എത്തിയാൽ എന്നിട്ട് നമ്മളിന്റെ പെണ്ണുങ്ങളാന്ന് പറഞ്ഞാൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. വേണേ ഒന്ന് പരിശോധിച്ച് നോക്കി. അപകടം വന്നാൽ എനിക്ക് ഫോൺ ചെയ്യും വേണ്ട. അപ്പോ ഈ 9 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ വക്കത്തിച്ചുകൊണ്ട് രണ്ടാം പെണ്ണുങ്ങളായി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നിങ്ങളെ പെണ്ണുങ്ങളെ ഞാൻ ഉണ്ടാകുമ്പോ ഇതിനെന്തിനാ? ഞാൻ ചെറിയ കുട്ടിയാ, ഒരു പ്രശ്നമില്ലാന്നിട്ട് ഓളെന്ത് ചെയ്ത് നന്നായിട്ടാണ് പാല് കൊടുത്തു. മുലൊടിച്ച് വളരെയല്ലേ. അപ്പൊ പാല് കിട്ടണല്ലോ. നന്നായിട്ട് രണ്ടാമത്തെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യനെ വടിയിലെത്തിയിട്ട് നിലവിലുള്ള ഭാര്യ പാലങ്ങോട്ട് കൊടുത്തത്. ഇപ്പൊ എന്തായി? 2 ഭാര്യമാരും അന്യപെണ്ണുങ്ങളായി. ആദ്യത്തെ ഭാര്യയും പോയി, ഇഭാര്യയും പോയി. എങ്ങനെ ആദ്യത്തെ ഭാര്യ ഞമ്മളിപ്പത്തെ ഈ ഭാര്യന്റെ മുലകൊടിയിലുള്ള അമ്മയായി, അപ്പൊ പോയി. രണ്ടാമത്തെ ഭാര്യയോ ആദ്യത്തെ ഭാര്യ മുല കൊടുത്ത മോളുമായി. നമ്മളെ ഭാര്യന്റെ മോളെ കെട്ടാൻ പറ്റുമോ? പോയി. അങ്ങനെ ഒരു തമാശ പഴയ കാലത്ത് നടക്കലുണ്ട്. ആയിഷാബി 6-ാം വയസ്സിൽ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നത്തെ യൂറോപ്പിന്റെ സംസ്കാരം പഠിക്കണം. പലയിടത്തും ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുന്നത് അവിടെ ഒരു പരിഷ്കാരമാണ്. മക്കയിൽ അന്ന് അതൊരു വിഷയമേ അല്ല. അതാണ് പത്രക്കാരമ്പിൽ നമ്മളെ ബാപ്പുസ്താദ് പറഞ്ഞത്. അങ്ങനെ ഒരു കുട്ടിനെ കല്യാണം കഴിക്കുക അന്നത്തെ കാലാവണം, കുട്ടി ആയിഷയാവണം, കെട്ടണ ഭർത്താവ് മുഹമ്മദ് നബി ആണെന്ന് പത്രക്കാരമ്പില് ബാപ്പുലിയര് പറഞ്ഞാണ്. അള്ളാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്നിപ്പോ നടന്ന് അങ്ങനെ കെട്ടാൻ പറ്റൂല. 6-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതിന്റെ ഖദീജയുടെ വേർപാടാണ്. ഈ ഉച്ചയോടടുത്ത സമയത്ത് പരിശുദ്ധമായ സദസ്സിൽ ഖദീജയുടെ ഒരു ഓർമ്മയാണ്. റളിയല്ലാഹു തആല അൻഹാ ജബലുന്നൂറിന്റെ ഉത്തുംഗതയിലേക്ക് പുന്നാര പൂമാന പലഹാരങ്ങളുമായി ഒരിക്കൽ ഖദീജ ഉമ്മ കയറിപ്പോവുകയാണ്. അല്ലാ ആ സമയത്ത് അതാ ഗുഹക്കുള്ളില് ജബലുന്നൂറിന്റെ ഗുഹക്കുള്ളിലായി മുത്തുനബിയുടെ ചാരേ ശരീരം തട്ടിയിരിക്കുന്നത് ആകാശഗംഗയിലെ സുൽത്താനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഹിറാ ഗുഹയിൽ മുത്ത് റസൂലുള്ളാന്റെ വിരുന്നുകാരൻ ആകാശ ചക്രവർത്തിയായ ജിബ്രീലാണ്. അപ്പോഴാണ് മലക്കെട്ട് കയറിയിട്ട് ഈ പ്രായമുള്ള പെണ്ണ് റസൂലുള്ളാഹ്ക്കുള്ള ഭക്ഷണവുമായി കിതച്ച് കട്ടപ്പെട്ടുകൊണ്ട് കയറി വരുന്നത്. ആ സമയത്ത് ഖദീജയുടെ കാലൊച്ച കേട്ടപ്പോ ജിബ്രീൽ മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദി ഖദീജത്തു ഖദ് അതത്ക യാ റസൂലല്ലാഹ്. മുത്തുനബിയെ ദാ ഖദീജ വരണേന്ന് പറഞ്ഞു. ആ മലന്റെ പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറയും, വമഅഹാ ഇനാഉൻ ഫീഹി ശറാബുൻ വതുആം. ഖദീജന്റെ കയ്യിൽ പാത്രമുണ്ട്, അതിന് നിങ്ങൾക്ക് വെള്ളം ഭക്ഷണമൊക്കെ ഉണ്ട് ട്ടോ എന്ന് പറഞ്ഞു ജിബ്രീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, ഖദീജ ബിയെ കുറിച്ച് പഠിച്ചോളൂ ഉമ്മമാരെ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഖദീജ ബീവിയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഫൈദാ ഹിയ അതത്ക ഫഖറ അലൈഹാ സലാമ മിൻ റബ്ബിഹാ വമിന്നി വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ യാ റസൂലല്ലാഹ്.
ഖദീജ അരികിലെത്തിയാൽ അള്ളാഹുവിന്റെ സലാം ഒന്ന് പറയണേ, പിന്നെ എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന സലാം പറയണേ. നിങ്ങളുടെ ഭാര്യ പദവിയിൽ അലങ്കാരത്തോടെ താഴ്മയോടെ കാര്യങ്ങളൊക്കെ കടമകൾ പൂർത്തിയാക്കി നിങ്ങളെ പിന്നാലെ താങ്ങും തണലുമായി നിൽക്കുന്ന പെണ്ണാണല്ലോ. അതിന്റെ ഭാഗമല്ലേ പലഹാരങ്ങളുമായി കുന്നുമാമല കയറി വന്നത്. അതുകൊണ്ട് നബിയേ, ഖദീജക്ക് സ്വർഗീയമായ കൊട്ടാരത്തിലോ മുത്തുകളാലും വൈരങ്ങളാലും വൈഡൂര്യങ്ങളാലോ ഗോമേതകത്താലോ അതുപോലെ മാണിക്യത്താലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മുളയുടെ കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാഹ്. മുതലായില്ലേ? ഇനി എന്താ വേണ്ടത്? മുളക്കൊട്ടാരം എന്ന് പറഞ്ഞത്. മുളക്കൊട്ടാരം നമ്മളെ നാട്ടിലെ മുളല്ല, മങ്ലൂമിൻ ബിദുർരിൻ വയഖൂത്ത് മുഹമ്മദ് മുസ്തഫ. നല്ല മുത്തും അതുപോലെ തന്നെ മാണിക്യങ്ങളൊക്കെ കോർത്തിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ഖദീജാവിക്ക് സ്പെഷ്യൽ പാലസ് സ്വർഗത്തിൽ നേരത്തെ തയ്യാറാക്കി മുഹമ്മദ് മുസ്തഫ. ഖദീജാവി കയറിയപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, ജിബ്രീൽ ഉണ്ടായിരുന്നു ഇവിടെ, നിങ്ങളോട് അള്ളാന്റെ ഒരു അസ്സലാം അലൈക്കും സലാം പറഞ്ഞിങ്ങനെ. ഓ, പിന്നെ ജിബ്രീലും സലാം പറഞ്ഞു, അസ്സലാം അലൈക്കും. പഠിച്ചോനെ, പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ മുളക്കൊട്ടാരുണ്ടെന്നും പറഞ്ഞു. മുളക്കൊട്ടാരം നീ കേട്ടോളിട്ടാ, ഖദീജാവിന്റെ വിജ്ഞാനം കേട്ടോളി. ഇത് രണ്ടൊന്ന് കടന്നു വെച്ച ആയിഷാവി ഖദീജാവി. അള്ളാഹ് സലാം പറഞ്ഞു, ജിബ്രീൽ സലാം പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞില്ല. എന്നാ ഖദീജാവി മറക്കണ കേട്ടോളി. ഇന്നല്ലാഹ ഹുവസ്സലാം വമിൻഹുസ്സലാം വഇലൈഹിസ്സലാം. അല്ലാഹുക്ക് സലാം അടക്കുകയാണ്. ഇന്നല്ലാഹ ഹുവസ്സലാം, നിശ്ചയം അല്ലാഹു സലാമാണ്. വമിൻഹുസ്സലാം, അല്ലാഹു എങ്കിൽ എന്നാണ് സലാം. വഇലൈഹിസ്സലാം, അല്ലാഹുവിലേക്കാണ് സലാം. വഅലാ ജിബ്രീൽ അസ്സലാം, എന്നോട് സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ച ജിബ്രീലിനും സലാമുണ്ട് നബിയേ. ഒക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ നേരെ നിന്നുകൊണ്ട് ഖദീജ ബീവി ആ ജബലുന്നൂറിന്റെ മലക്കെട്ടിന്റെ ഉത്തുംഗതയിൽ കയറിയിട്ട് ആ ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, വഅലൈക്കുമുസ്സലാമു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്കും സലാമുണ്ട്. നിങ്ങൾക്കും സലാം. ആ ഖദീജ ബി മുത്തുനബിക്ക് താങ്ങും തണലുമായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ തൊട്ടടുത്ത് പ്രസംഗം നിർത്തിയത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ബാക്കി ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് കേൾക്കാനായി കുറെ പെണ്ണുങ്ങളുണ്ട്, ചില ആണുങ്ങളുമുണ്ട്. അവരോടുള്ള കടമ എനിക്ക് തീർക്കേണ്ടതുണ്ട്. ആയിഷാ ബി വൈകാതെ കടന്നു വരും ഇൻഷാ അല്ലാഹ്. താമസിയാതെ നമുക്ക് നിർത്തുകയും വേണോ. അതിനുമ്പ് ഖദീജത്തുൽ കുബ്രയുടെ വികാര നിർഭരമായ ജീവിതത്തിന്റെ പരിസമാപ്തിയുടെ സന്ദർഭത്തെ നിങ്ങളൊന്ന് സഹഭൂതം ശ്രവിക്കണേ. ഖദീജ റളിയല്ലാഹു തആല അൻഹാ മുത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്നു. റസൂലുള്ളാഹിക്ക് അടി കിട്ടിയാൽ ഒഴിഞ്ഞു കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹിക്ക് പനി വന്നാൽ മടി നീട്ടി കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹിനെ അബൂജഹൽ വഴക്ക് പറഞ്ഞാൽ സമാശ്വസിപ്പിക്കാൻ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹിനെ ഉത്ബത്തങ്ങ് ചവിട്ടിയപ്പോൾ ചവിട്ടിന്റെ പാട് കവിളിൽ പതിഞ്ഞപ്പോൾ ആ മൃദുലമായ കവിളിൽ ശർഫാക്കപ്പെട്ട വിരലെത്തിയിട്ട് തുടച്ചു കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. നാട്ടുകാര് തോളിലേറ്റിയിരുന്നവർ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇറക്കി വെച്ചപ്പോ റസൂലുള്ളാഹിക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് സാരമില്ല എന്ന് പറഞ്ഞ് നെഞ്ചകം തടവിക്കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹാ നാട്ടുകാർ ഉപരോധം നടത്തി, ബഹിഷ്കരണം നടത്തി. ഷേബ് അബൂ താലിബിന്റെ മലഞ്ചെരുവിന്റെ കാട്ടില് അള്ളാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും ഫാത്തിമ മോള് കൂടെയുള്ള സഹാബാക്കളിൽ പലരും അതാ കഴിഞ്ഞുകൂടുകയാണ്. മക്കയിലുള്ള ഖുറൈശികളുടെ തീരുമാനം എന്താണ്? തിന്നാൻ കൊടുക്കാൻ പാടില്ല.
വെള്ളമില്ലാതെ പഴങ്ങളില്ലാതെ കട്ടപ്പെട്ടുകൊണ്ട് കാട്ടിലെ പച്ചിലകൾ പറിച്ചുകൊണ്ട് അത് പിഴിഞ്ഞുകൊണ്ട് അതിന്റെ ചാറ് കുടിച്ചതിന്റെ പേരിൽ ഖദീജത്തുൽ കുബറയുടെ അണ്ണാക്കിൽ വ്രണമാ, ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് ശോഷിച്ച് അവശയായി കിടക്കുകയാ. ഒന്നുമില്ലാതെ ക്ഷീണിച്ച് ഭക്ഷണമില്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ ഒരിക്കൽ റസൂൽ അള്ളാന്റെ റസൂൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഖദീജ ഇജും ഫാത്തിമയും കൂടി പെരയിൽ പോയിക്കോ, ഞങ്ങൾ ഇവിടെ കൂടിക്കോളാ മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ മനസ്സ്? എനിക്കിതൊക്കെ പരിചയമുണ്ട് ഖദീജ, ഞാൻ എത്തിൻകുട്ടിയായിട്ട് വളർന്ന ആളാണ്. കുറെ പട്ടിണി കിടന്നിട്ടുണ്ട്, കുറെ വിശപ്പ് സഹിച്ചിട്ടുണ്ട്, വെള്ളം ഇല്ലാതായിരുന്നിട്ടുണ്ട്, ഇത് കുറെ അടി കൊണ്ട് പരിചയമുണ്ട്. ഖദീജ എനിക്കിതൊന്നും പരിചയമില്ലല്ലോ, ഇജും മോളും കൂടിയാണ് പോയിക്കോ, ഞാൻ ഇൻഷാ അല്ലാഹ് താമസമില്ലാതെ വരാം, ഇവരെ ഈ കെട്ടുകൊടുക്കുന്ന രക്ഷപ്പെട്ട ഞാനും വരാം, നിങ്ങളാണ് പോയിക്കോളിന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഖദീജ ബീവി പൊട്ടി കരയുകയാണ്. ഖദീജ ബീവി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവേ എന്നല്ല, യാ റസൂലല്ലാഹ്, നിങ്ങൾ പട്ടിണി കിടക്കുന്നത്, അദാബ് സഹിക്കുന്നത്, വെള്ളം കിട്ടാത്തത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ? അങ്ങനെ എന്റെ ഹബീബും എന്റെ ഭർത്താവും എന്റെ എല്ലാമായ നിങ്ങൾ ഈ മലഞ്ചെരുവിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിക്കുകയോ, ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയോ അതിന് ഖദീജാനെ കിട്ടൂല. ഓ ഭാര്യമാരെ, ഒരു ഭാര്യയുടെ മനസ്സിങ്ങനെയായിരിക്കണം. ഓ ഭർത്താക്കന്മാരെ, ഒരു ഭർത്താവിന്റെ മനസ്സിങ്ങനെയായിരിക്കണം. നമ്മുടെ എല്ലാം റോൾ മോഡൽ അത് ഖദീജയും മുഹമ്മദ് നബിയുമാണ്. ഓ നബിയെ, നിങ്ങൾ ഭക്ഷണമില്ലാതെ കട്ടപ്പെടുമ്പോൾ, വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ ഞാൻ വീട്ടിൽ കഴിക്കുകയും ഉണ്ണുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുകയോ എന്നോട് പറയല്ല നബിയേ. അങ്ങനെ റസൂലുള്ളാന്റെ കൂടെ 3 കൊല്ലത്തോളം മലഞ്ചെരുവിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കട്ടപ്പെട്ട കാരണത്താൽ ഖദീജ ബീവി അങ്ങ് രോഗിണിയായി. ആ രോഗത്തിൽ ഖദീജ ബീവി വീട്ടിൽ വന്ന് കിടന്നു. ഉപരോധം തീർന്നു 3 കൊല്ലമായപ്പോൾ വീട്ടിൽ വന്ന് കിടന്നു. പിന്നീട് എണീറ്റിട്ടില്ല. രോഗം വഷളായി, ക്ഷീണം മൂർച്ഛിച്ചു, അവശയായി കിടക്കുന്ന ഖദീജയെ നോക്കിയിട്ട് ഫാത്തിമ മോള് കരയുകയാണ്. അള്ളാന്റെ റസൂല് നിറകണ്ണുകളോടെ നിൽക്കുകയാണ്. ഒരിക്കലെ രോഗമങ്ങ് വല്ലാതെ മൂർച്ഛിച്ചു, ക്ഷീണം കൂടി അവശയായി ജീവിതത്തോട് വിട പറയുകയാണെന്ന് തോന്നിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടരികിൽ മാടി വിളിച്ചിരുത്തിയിട്ട് ഖദീജ ബീവി റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട കൈകൾ പിടിച്ചുകൊണ്ട് ആ മൃദുലമായ ഭംഗിയുടെ നിറവിടമായ പ്രതാപത്തിന്റെ പ്രകാശത്തിന്റെ മനുഷ്യരൂപമായ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചവന്റെ വരദാനമായ കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ സാഗരമായ വൈജ്ഞാനിക മേഖലയെ വിജ്ഞാനം കൊണ്ട് പ്രജ്വലിപ്പിച്ച അള്ളാന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഖദീജ ഉമ്മ കരയുകയാണ്. അള്ളാന്റെ റസൂലും കരയുകയാണ്. കുറെ കൂടി അടുത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്ത് പറ്റി ഖദീജ? ഞാൻ നിങ്ങളോട് പിരിയുന്ന സമയമാണ് നബിയേ. എന്റെ ജീവിതത്തിൽ നിങ്ങളെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആകെ കണ്ടത് നിങ്ങൾക്ക് അടികിട്ടുന്നതാണ്, ചരലുകൊണ്ട് ഏറുകിട്ടുന്നതാണ്, നിങ്ങളെ ആക്ഷേപിക്കുന്നതാണ്, വിമർശിക്കുന്നതാണ്, പരിഹസിക്കുന്നതാണ്. എന്റെ ഹബീബായ നിങ്ങൾക്കുള്ള മർദ്ദന, തണ്ടന, താടന, പീഡനങ്ങൾ കണ്ടനുഭവിച്ച് പ്രയാസപ്പെട്ട എനിക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട്. നാളെയുടെ വൈകാത്തൊരു ഭാവിയിൽ നിങ്ങൾക്ക് പടച്ചവന്റെ ഒരു എളുപ്പമുണ്ടാകുന്നതാണ്. അന്ന് നിങ്ങൾ ലോകത്തെ ഭരിക്കുന്ന ആളാകുന്നതാണ്. അന്ന് നിങ്ങൾക്ക് ശത്രുക്കൾ നിങ്ങൾക്ക് മിത്രങ്ങളാകുന്നതാണ് എന്ന് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നുണ്ട് നബിയേ. പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോ നിങ്ങളൊന്ന് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സുഖത്തിന്റെ, ന്യാമത്തിന്റെ അവസ്ഥയിൽ എത്തുമ്പോ അത് കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് എന്റെ സങ്കടം നബിയേ. പോരാ,
അള്ളാഹുവിന്റെ റസൂലിന് സമ്പത്ത് മുഴുവനും സമർപ്പിച്ച ഖദീജ, റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഖദീജ. എന്നിട്ടും ഭാര്യമാരെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ കാല് തൊട്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങളാകുന്നൊരു മഹാമനീഷിയുടെ ഭാര്യയാവാൻ എനിക്ക് യോഗ്യതയില്ല. റബ്ബിന്റെ ഖദാ കൊണ്ട് ഈ സൗഭാഗ്യം കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദറജയും ഖദറും മാനിച്ചുകൊണ്ട് എനിക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നോട് മാപ്പ് യാ റസൂലല്ലാഹ്. ഒരു ഭർത്താവിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഭർത്താവിന്റെ മൂക്കിലൂടെ ഒലിക്കുന്ന ചീഞ്ചലം നീ നക്കി തുടച്ചെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീരൂല. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു അറാബി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മുഅ്മിനാണ്, പക്ഷേ എന്റെ ഉറപ്പ് ദാർഢ്യമായിട്ടില്ല. അതൊന്ന് ചാഞ്ചല്യമില്ലാതെ ഹൃദയത്തിൽ ഉറച്ചു കിട്ടണോ? അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചു തരണോ? മുസ്തഫ നബി സല്ലല്ലാഹു ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? ഈ അറാബി ഒരു ഉണങ്ങിയ ഈത്തപ്പഴ തണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ച് വരുത്തണേ നബിയേ. എന്റെ വിശ്വാസം ഓർക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ആ ഉണങ്ങിയ മരത്തിനെ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഞാൻ വിളിക്കണ്ട, ഞാൻ വിളിക്കണ നീ പോയി പറഞ്ഞാൽ മതി. അത് ഞാൻ വിളിക്കൊന്നും വേണ്ട, ഞാൻ വിളിക്കണ്ടെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് വരുന്ന. എന്താ ധൈര്യം! ചിലർ പറയും മോചിതത്തും കറാമത്തും ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാൻ പറ്റൂല, അള്ളാഹ് തന്നാ തന്നെന്ന്. അപ്പൊ റസൂൽ പറയേണ്ടത് എങ്ങനെ? ഇടക്കിടക്ക് മോചിതത്ത് അള്ളാഹ് തരലുണ്ട്, ഇപ്പൊ തരുമെന്ന് എനിക്കറിയില്ല, ഒന്ന് പോയി വിളിച്ചോക്ക്, തീരുമാനം പിന്നാക്കാന്നല്ല പറയാം. പറഞ്ഞ അങ്ങനല്ലോ, പോയി ഇങ്ങോട്ട് വിളിച്ചോ, സാധനം ഇങ്ങോട്ട് വരുന്ന. അതാണ് മുഹമ്മദ് മുസ്തഫ. ഈ ആറാബി പോയിട്ട് പറഞ്ഞു, പിന്നെ അന്നെ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട് പറഞ്ഞ ഈത്തപ്പഴം പേരെടുക്കൊണ്ട് പറഞ്ഞിട്ട് മിഠായി നീട്ടി വിളിക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്ക്, ഉമ്മാന്റെ മുമ്പിലേക്ക് അനുസരണമുള്ള കുട്ടി നടന്നു വരും പോലെ ഈത്തപ്പഴം മരം റസൂലുള്ളാഹിന്റെ അരികിലേക്ക് നടന്നിങ്ങോട്ട് വന്നു. ആറാബി അത്ഭുതപ്പെട്ടു. ഇനി ഈമാ ഓർക്കാൻ വേറെ വൈദ്യന്മാരെടുത്ത് പോണോ? അപ്പൊ ആറാബി ഈത്തപ്പഴ മരം വന്നു എന്നല്ല, റസൂലുള്ളാഹിന്റെ കാൽക്കുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സുജൂദിന്റെ ആകൃതിയിൽ ഇങ്ങനെ സുജൂദായിട്ടാണ് കിടന്നത്. അപ്പൊ ആറാബി എണീച്ചിട്ട് ഒരു സുജൂദ് വെച്ച് കൊടുക്കാനുള്ള പരിപാടിയില്ല. കാരണം ഈത്തപ്പഴം റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്താ പിന്നെ മനുഷ്യനാവുന്ന എനിക്ക് എന്തുകൊണ്ട് പറ്റൂല? ആറാബി റസൂലുള്ളാഹിന്റെ നേരെ സുജൂദ് ചെയ്യാൻ നിൽക്കുകയാണ്. ചില കള്ളത്വരീകത്തുകാരുണ്ട്, ശൈഖിന്റെ മുമ്പിൽ മുരീദ് സുജൂദ് ചെയ്യുകയാണ്, അവര് ഖുർആൻ ഓതുന്നു. ആദം നബിയുടെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തില്ലേ? എന്നാ ഞാൻ പറയട്ടെ, ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പരസ്പരം കല്യാണം കഴിച്ചിരുന്നല്ലോ. നിങ്ങൾ നിങ്ങളെ മോളെ ഭാര്യയായി സ്വീകരിക്കുമോ? ഇത് കേട്ട് ഇനി സ്വീകരിക്കാൻ നിൽക്കണ്ട. ഏതോ ഒരു ജില്ലയിൽ ഒരു മനുഷ്യൻ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചത് ഇപ്പോഴും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇത് ഏതാണ് ശരീഅത്ത് എന്ന് പോലും അറിയാതെ ത്വരീഖത്തിന്റെ ശൈഖന്മാരുടെ മുമ്പിൽ പോയി നെറ്റിവെച്ച് സുജൂദ് ചെയ്യുന്ന ജാഹിലീങ്ങളുണ്ട്. അള്ളാഹു ആ ജഹാലത്തിന്റെ വിദഅത്തിന്റെ വലാലത്തിന്റെ വിശപ്പുകയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാരും നോക്കുന്നത് അത്ഭുതങ്ങളാണ്. ശംസുലമയോട് ഒരിക്കല് കണ്ണൂർ ഭാഗത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊരു ഷെയ്ഖ് ഉണ്ട്, കിണറ്റിന്റെ ഉള്ളിലായിരിക്കണേ പറഞ്ഞു. ഇപ്പോഴും കിണറ്റിലാണ്, ഇപ്പോഴും ഉണ്ടാ ഷെയ്ഖ്, കിണറ്റിനായിരിക്കണേ. എന്നിട്ടോ ചിലപ്പം വെള്ളത്തിന് മേൽക്കൂടെ നടക്കണ്ട് മാത്രം പറഞ്ഞ. അപ്പൊ ശംസുൽ പറഞ്ഞ്, എടാ കിണറ്റില് തവളല്ലേന്ന് വെച്ചു. കിണറ്റിലിരിക്കണോക്കെ ഷെയ്ഖാണെങ്കിൽ തവളന്റെ അടുത്ത് ദിക്ർ വാങ്ങിയാ പോരെന്ന് വെച്ചു. അപ്പൊ ഇയാൾ അറിഞ്ഞ് പറക്കണ മാതിരിയൊക്കെ തോന്നുന്നു. അത് പരുന്തിനും പറ്റുമല്ലോ, എന്നാ അവിടെ പോയിട്ട് തരീക്കത്ത് വാങ്ങിക്കോ. ഇപ്പൊ നമ്മളൊക്കെ കണക്കൂട്ടി ചെയ്തിങ്ങനെ കുറച്ചിങ്ങനെ കോപ്പരാട്ടത്തിൽ അത്ഭുതം കാണിച്ച ഓക്കെ ആയി. എന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന കുടുംബമുണ്ട് കാര്യങ്ങൾ. ഊതിച്ച് സോക്കേട് മാറിയാ പിന്നെ ഷെയ്ഖായി. മുപ്പര് ഇരിക്കണതോ പൂക്കളൊക്കെ കൂടി കാണിച്ചിട്ട് പിന്നെ എല്ലാം കാണിച്ചിട്ട് അത്ര ഞാൻ പറഞ്ഞുള്ളൂ. കുറെ അന്യ പെണ്ണുങ്ങളെ നടുവിൽ ഇങ്ങനെ ഇരിക്കുക. എന്നാ പിന്നെ ഭ്രാന്തുണ്ടോ? ജദ്ബ് എന്നുള്ളൊരു സംഗതി ഉണ്ട്, നമ്മൾ പരിശോധിക്കുമ്പോ ഇല്ല. എന്നാ പിന്നെ നിസ്കരിക്കുവോ? അതുമില്ല. എന്നാലും ഷെയ്ഖാണ്. താടിയും തായമ്പുള്ള ആൾക്കാർ വരെ ബാക്കിൽ നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മത്സരം നടത്തിയിട്ട് കുഴങ്ങിയിട്ട് ഞങ്ങളൊക്കെ ഇരിക്കുന്നു. കാരണം എല്ലാവർക്കും ഇപ്പൊ സോക്കേട് മാറിയാൽ മതി, വയറുവേദന മാറുക, മൂത്രം ഒഴിക്കൂല. പക്ഷെ ഷെയ്ഖിനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒഴിച്ചു. അപ്പൊ പിന്നെ ദിക്ർ വാങ്ങി ത്വരീഖത്തിന് ഷെയ്ഖായി. എന്റെ മോള് മൂത്രയിക്കാൻ പറ്റിയിട്ട് പെടേനെ മൂപ്പരാണ് മൂത്രം ഒഴിപ്പിച്ചു കൊടുത്ത്. അത് നേരത്തെയും കുറെ ആൾക്കാർ ഒഴിപ്പിച്ചു കൊടുത്ത് മൂപ്പര്.
അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൂടി ചെയ്യാത്ത ഇങ്ങനെ കുറെ പൊട്ടത്തരം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിജ്ഞാനത്തിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ദുരിതങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ഭുതങ്ങൾ ഒരാളെ വിലായത്തിന്റെ മാനദണ്ഡമേ അല്ല. പിന്നെ വലിയ വലിയ ആളുകൾ സ്വാലിഹ്യങ്ങളായ അത്ഭുതങ്ങൾ ഉണ്ടാവും, അത് കറാമത്ത് എന്ന് പറയും. എന്നാ സായിബാബന്റെ ഒരു അത്ഭുതം ഉണ്ടാവും, മാതാ അമൃതാനന്ദമായി അത്ഭുതം കാണിക്കും, ശിവശങ്കർ അത്ഭുതം കാണിക്കും, ഇല്ലാന്ന് വരണ്ട കാണിക്കും, 100 വട്ടം കാണിക്കുന്നു വിശ്വസിക്കുന്ന ആളായാൽ. അതിനേക്കാളും വലിയ അത്ഭുതം ദജ്ജാലും കാണിക്കും. ഈ വരുന്ന ദജ്ജാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ കരുതിയിട്ട് എല്ലായിടത്തും പോയിട്ട് ഈമാൻ അടക്കുക. ഇന്നാളൊരു മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് അമ്പലത്തിൽ പോയിട്ട് ബിംബത്തിന്റെ ചുറ്റും തേങ്ങയിട്ട് ഇങ്ങനെ കറങ്ങാണല്ലോ, മരോള തലവേദന ആറാൻ വേണ്ടിയിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരോ പറഞ്ഞാണല്ലോ തേങ്ങ എടുത്തിട്ട് ചിറ്ററൊന്ന് ഓടി കളിച്ചാൽ തലവേദന മാറും, പ്രേതം ഇറങ്ങി പോകും. അപ്പൊ മുമ്പ് തേങ്ങ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിംബത്തിന് ചിറ്റോറ് ഓടി കളിക്കുന്നത് മഹലിന്റെ സെക്രട്ടറിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇജാതി 4 സെക്രട്ടറിമാരും ഖജാജിമാരും മഹലിനെ നിയന്ത്രിച്ച സമയത്ത് മഴയും കിട്ടൂല. അതാണ് സമയത്ത് മഴയും കിട്ടൂല. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി തട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആ സമയത്ത് അപ്പോൾ ഈ അറാബിയായ സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ നിന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അരുത് അരുത് അരുത്, ഒരാളും മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യല്ലേ. അങ്ങനെ എങ്ങാനും അള്ളാഹു ഒരു സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് പറ്റൂല. ഖദീജ റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിനെ നോക്കി പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയെ നോക്കി പൊട്ടിക്കരയുകയാണ്. ഖദീജ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്ത് ഖദീജ ബീവിയെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഖദീജ, എന്റെ ഖദീജ, നീ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിൽ നിനക്ക് കൊട്ടാരമുണ്ട്. അവിടെ നിന്റെ ചക്കുളത്തികളായ എന്റെ ഭാര്യമാരെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണേ ഖദീജ. മുഹമ്മദ് മുസ്തഫ, നീ നേരെ സ്വർഗത്തിലേക്കാ പോണത്. അവിടെ എന്റെ ഭാര്യമാർ എന്റെ ചക്കുളത്തികൾ ഉണ്ടാവും. ഒരു സലാം പറയണം. ആ മരിക്കണ സമയത്ത് ഖദീജാവിന്റെ സ്വഭാവം നോക്കാണ്, വിജ്ഞാനം പഠിക്കാണ്. നബിയേ, നിങ്ങൾ ഭാര്യമാരോ എന്നെ കെട്ടണതിന് മുമ്പ് നിങ്ങൾ വേറെ കെട്ടിക്കണോ? പിന്നെ നമ്മള് ഒരുമിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു ഭാര്യനെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയല്ലോ. പിന്നെ ഏതാണ് നിങ്ങളെ ഭാര്യമാര്, ചക്കുളത്തിമാര്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഖദീജ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പടച്ചവൻ ഒരുക്കി വെച്ച ആയിരങ്ങളായ ഹൂറുല്യങ്ങളുണ്ട്. അവരെയാണ് ഞാൻ എന്റെ ചക്കുളത്തികൾ എന്ന് പറഞ്ഞത്. അവരോട് എന്റെ ഒരു സലാം പറയണേ നബിയുനാ റസൂലുള്ളാഹി. ഖദീജ ബി വഫാത്തിന്റെ സമയത്ത് വസിയത്ത് ചെയ്യുകയാണ്, എന്റെ ഹബീബേ, ഞാനങ്ങ് വഫാത്തായാൽ എന്നെ സംസ്കരിക്കേണ്ടതും എന്നെ കഫൻ ചെയ്യേണ്ടതും എനിക്ക് വേണ്ടി ഖബറിൽ പോവേണ്ടതും എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയെ പൊതിയുകയാണ്. ഖദീജ ബീവിയെ കട്ടിലിലേറ്റുകയാണ്. റസൂലുള്ള താങ്ങിക്കൊണ്ടുപോവുകയാണ്. ഖദീജ ഉമ്മയുടെ ഖബറിലേക്ക് റസൂലുള്ള കരഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഖദീജ ഉമ്മ ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുകയാ. പിന്നെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി തന്റെ വീട്ടിലേക്ക് വന്നപ്പോ കൊച്ചുമോളായ ഫാത്തിമയെ കാണാൻ റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. ഉമ്മയുടെ വേർപാടിന്റെ നൊമ്പരം കൊണ്ട് കരഞ്ഞ് കണ്ണീര് തുടച്ച് ഏങ്ങലടിച്ചിരിക്കുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പാ, ഐന ഉമ്മീ, ഐന ഉമ്മീ, എന്റെ ഉമ്മ പരലോകത്ത് എവിടെയാണ് ഉപ്പ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോളെ ഫാത്തിമ, വിഷമിക്കണ്ട,
ഉമ്മുകി ഫിൽ ജന്നതി ഫീ ബൈതിൻ മിൻ ഖസബി അമൻദൂമിൻ ബിദുർരിൻ വയാഖൂത്ത്. സ്വർഗ്ഗത്തിലുള്ള മുത്തുകളാലും യാക്കൂത്തുകളാലും നിർമ്മിക്കപ്പെട്ട മുളക്കൊട്ടാരത്തിന്റെ പ്രത്യേകമായ കൊട്ടാരത്തിന്റെ മട്ടുപ്രാവില് അവിടെയുള്ള തേനരുവിയിൽ നിന്ന് സന്തോഷത്തോടെ മുക്കി കുടിച്ചുകൊണ്ട് കഴിയുകയാണ് നിന്റെ ഉമ്മ മോള് ഫാത്തിമ എന്ന് അള്ളാന്റെ റസൂല് ഫാത്തിമ മോളോട് പറയുകയാണ്. അങ്ങനെ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് ഖൗലത്ത് ബീവിയുടെ ഇടപെടൽ കൊണ്ട് അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. 6-ാം വയസ്സിൽ നിക്കാഹ്. വളരെ പെട്ടെന്ന് നിർത്തട്ടോ, പെട്ടെന്ന് നിർത്താം. 6-ാം വയസ്സിൽ നിക്കാണ്. നിക്കാഹിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണില്ല, സമയമില്ല, അതുകൊണ്ടാണ്. പക്ഷേ നിക്കാഹ് കഴിഞ്ഞു. ആയിഷ ബീവി ഉപ്പന്റെ ഉമ്മന്റെ അടുത്തേക്ക് പോയി. പിന്നെ സംഗമിച്ചിട്ടേ ഇല്ല. അവിടെ സംഗമിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. പിന്നെ ഏറും കുത്തും ത്വായിഫൊക്കെ പോക്കും ഒക്കെ കൂടി ഒരു കഥയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ആയിഷാവിനെ എവിടെ കൊണ്ടുനടക്കാനാ? അങ്ങനെ ഹിജറക്ക് സമ്മതം കിട്ടി. ആയിഷാബി പറയുന്നുണ്ട്, എന്നും ഉച്ചക്കാണ് റസൂല വീട്ടിലേക്ക് വരിക. ഒരു ദിവസം കണ്ടീന്ന് വൈകുന്നേര സമയത്ത് വരണം. അപ്പൊ വാപ്പ അങ്ങനെ കാത്തിക്ക റസൂല്ലാനെ. ഒരു ദിവസം കാണാക്കാൻ പറ്റില്ല, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കോ ശ്രദ്ധിക്കും. അപ്പൊ റസൂല്ല പറയണം, ഒന്നാണ്ട് പോയിക്കോ, ഒന്നങ്ങോട്ട് പോയിക്കോ. റസൂല്ല പറഞ്ഞിടത്തേക്ക് സ്ഥിതി കണ്ടുപോകും. അല്ലെങ്കിൽ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും അബൂബക്കറിന്റെ ശ്രദ്ധയേക്ക്, എപ്പോഴും ഉണ്ടാവും. മുമ്പൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മുഖത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ. അപ്പോ ഐഷാബി ആ ഓർമ്മയെന്ന് പറയാണ്. 6 വയസ്സുള്ള കുട്ടിയാണല്ലോ, 6, 7, ഒരു 8 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഐഷാബി പറയാണ്, ഉച്ചക്ക് വന്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരം ഉണ്ട് ഉപ്പാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കാത്തിക്കാം. അസ്സലാമു അലൈക്കും യാ അബൂബക്കർ. വലൈക്കും അസ്സലാം യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മീ യാ ഹബീബല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ ഇപ്പോഴും പറയുന്നത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. എന്റെ അമ്മി ഇപ്പി നിങ്ങൾക്ക് തരാം. സ്നേഹത്തിന്റെ ഒരു സമർപ്പണത്തിന്റെ പ്രോജ്വലമായ ഒരു വാക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിപ്പോ ഈ സമയത്ത് ഞാനേ ഹിജറക്ക് സമ്മതം കിട്ടിക്കണെന്ന് പറഞ്ഞു. ഉടനെ സിദ്ദീഖ് വെച്ചത് ഏത് വൈക്ക കൂടിയാ പോണെന്നല്ല, ഹിജറക്ക് സമ്മതം കിട്ടിക്കണെന്ന് വെച്ചപ്പോ സിദ്ദീഖുള്ളാഹ് പറഞ്ഞത് ആ സുഹബത്ത യാ റസൂലല്ലാഹ്, എന്നെ കൂട്ടാൻ പറഞ്ഞേക്കണോന്ന് വെച്ചു. കാരണം അതാണ് ഇവിടെ വേണ്ടത്. കുട്ടികൾ ഹിജറ എന്ന് പറഞ്ഞാൽ കുട്ടികളെയും മക്കളെയും ഇവിടുത്തെ സമ്പത്തൊക്കെ ഇട്ടെറിഞ്ഞു പോവാണ്. എന്നാലും എന്നെ കൂട്ടാൻ പറഞ്ഞേക്കണോന്നാ ചോദിച്ചത്. അബൂബക്കർ ഇതങ്ങോട്ട് കേട്ടപ്പോ സന്തോഷം കൊണ്ട് അശ്വഗുണങ്ങൾ ഒഴുക്കി മുഹമ്മദ് അബൂബക്കറിന് സിദ്ദീഖ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യണേ, അതൊക്കെ പഠിക്കണം മുത്തഅല്ലിമീങ്ങളെ. റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യണം. ഇവിടെ മക്കൾ പോയാൽ എന്താ, പെണ്ണുങ്ങളെ കൊണ്ടയില്ലെങ്കിൽ എന്താ, എന്നെ ഞാനാക്കി മാറ്റിയ ഒരാളുണ്ട്, ആളെ കൂടെ യാത്ര ചെയ്യാണ് മുഹമ്മദ് മുസ്തഫ. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. യാത്ര എങ്ങനെ, വാഹനമില്ല, ഓടുകയാണ്. കാരണം ബാക്കിൽ കൊല്ലാൻ വേണ്ടി വരിക, അതിനിടയ്ക്ക് ഓടുന്നത്. എന്നാലും കരഞ്ഞു, സന്തോഷം കൊണ്ട് കരഞ്ഞു. ആ പോക്ക് ഷൗക്കത്ത് മുസ്ലിയാരെ മാങ്ങ കൊടുക്കാൻ വേണ്ടി പോകട്ടെ. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഇത്ര നേരം ഇരുന്നല്ലോ, അള്ളാഹു കബൂലാക്കട്ടെ. അദ്ദേഹം കുറെ ദിവസമായിട്ട് ഇടയ്ക്ക് അവിടെ ഇറങ്ങുമ്പോൾ എന്നോടൊരു വാലിന് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ തരാന്ന് പറഞ്ഞിങ്ങനെ നീട്ടുകയാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഇനി കേൾക്കണേ. അങ്ങനെ ഹിജറൊന്നും പറയാൻ സമയമില്ല. മുത്തുനബി മദീനയിലെത്തി. ആയിഷ ബീവിയും റസൂലുള്ളാഹിന്റെ ഭാര്യ സിദ്ദീഖിന്റെ മോള് റളിയല്ലാഹു അൻഹു എല്ലാവരും ഇവിടെ മക്കയിലാണ്. മസ്ജിദുൽ ഖുബാ പണിത് കഴിഞ്ഞു, മസ്ജിദുൻ നബവിയും പണിഞ്ഞു. റസൂലുള്ളാഹി കുടുംബത്തിനെ മക്കയിൽ നിന്ന് മദീനയിൽ എത്തിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹിന്റെ കുടുംബം സിദ്ദീഖിന്റെ കുടുംബം ഒരുമിച്ചിട്ടാണ് വരുന്നത്. വന്നു, കുറെ സംഭവങ്ങളൊക്കെ ഇടയിലുണ്ടായി, പറയാൻ സമയമില്ല. മദീനയിലെത്തി. ഇനി ഇവിടെയാണ് വിമർശിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. 6-ാം വയസ്സിൽ കൊച്ചുമോളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുക ഇല്ല. 9 വയസ്സായി. റസൂലുള്ള കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്, നിക്കാഹ് കഴിഞ്ഞിരിക്കണ്. നമ്മളെ കുട്ടികളെ പോയി എത്തി വെക്കുക. എന്നിട്ട് പിന്നെ സദാ വെളിയും ഐസ്ക്രീം ഒരു കഥ തന്നെ. നിക്കാഹ് കഴിഞ്ഞിട്ടും കൂടി ഇല്ല. എന്തിനേറെ പറയണേ, ഇവിടെ ഇരുന്നീന നാസർ ഇപ്പൊ എടുക്കാൻ പോയിന്ന് എനിക്കറിയില്ല. ആ നാസർ എന്നോട് പറഞ്ഞിരുന്നു, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ദാവത്തിന് വേണ്ടി പോയ സമയത്ത് കല്യാണം നിശ്ചയിച്ചിട്ട് 3 കൊല്ലമായി, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ 1-2 കുട്ടികളുണ്ട്. ഈ നാസർ ഇവിടെ ഇരുന്ന് നാസർ എന്നോട് പറഞ്ഞത്, കല്യാണം നിശ്ചയിച്ചിട്ട് 4 കൊല്ലത്തോളമായി, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കല്യാണം നിശ്ചയിച്ച ആണിനും പെണ്ണിനും 2-3 കുട്ടികൾ. അപ്പൊ ഇവര് പോയിട്ട് ചോദിച്ചു, ആ നിക്കാഹ് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവരെ നിർബന്ധത്തിനാണല്ലോ ചില ആൾക്കാർക്ക് നിക്കാഹ് അപ്പം നടത്തി കൊടുത്തത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് അത്രത്തോളം അല്ലെങ്കിലും അതിന്റെ ആമുഖമൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്. കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കുക, പിന്നെ ഓനെയും ഓളയും കൂടി ഒരു വണ്ടിയിലാണ് പറഞ്ഞേക്കുക.
പിന്നെ ഇവരിങ്ങനെ പോകണം, മൈസൂർ, ബാംഗ്ലൂർ, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വരണേ. നല്ല രസമുണ്ടാവും. മണിയറയ്ക്ക് പെണ്ണ് വരണ സമയത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാ പിന്നെ ആ നിക്കാവെന്നാണ് നടത്തി കൊടുത്തൂടെ? എന്തിനാ എങ്ങനെ പിടിച്ചേക്കണാണ് നടത്തി കൊടുത്തൂടെ? പിന്നെ ഔദ്യോഗിച്ച് കൂട്ടിക്കൊണ്ടല്ലേ പിന്നെ ഇക്കോളി അബദ്ധം സംഭവിച്ചു. അബദ്ധം എന്ന് പറഞ്ഞാൽ മസലപരമായിട്ടല്ല, പിന്നെ പെണ്ണ് വരുന്ന സമയത്ത് കുട്ടികളൊക്കെ കൂടി ഉമ്മാനെ പ്രകടനം നടത്തിയിട്ട് കല്യാണ പന്തൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പുതിയ ഇങ്ങനെ വരുമ്പോൾ മുമ്പിൽ മൂത്തോനെ സൈഡിൽ പിന്നെ താഴുള്ളവനെ ബാക്കിൽ പെൺകുട്ടി ഇങ്ങനെ തള്ളിയിട്ട് മണിയറിയിക്ക് ഉമ്മാൻ അടക്കി അടക്കി വെച്ചു തല്ലി അടക്കി ബുകല്ലി ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതേ ഞാൻ പറഞ്ഞു, നിക്കായെങ്കിലും നടത്തി കൊടുക്കണ്ടേ? ഇവിടെ 6-ാം വയസ്സിൽ നിക്കാഹ് നടന്നു, 9 വയസ്സ് വരെ പിന്നെ ഒരുമിച്ച് കൂടിയിട്ടില്ല. പിന്നെ നിങ്ങൾ നോക്കിയ റസൂലുള്ളാന്റെ തിടുക്കല്ല, സിദ്ദീഖ് റളിയല്ലാഹു അങ്ങോട്ട് പോയിക്കാണ്, നബിയെ മുത്തനബിയെ നമ്മളെ മോളെ നിക്കാഹ് ചെയ്ത് കാണല്ലോ, ഒന്ന് വീട് കൂടണ്ടേ? ആയിക്കോട്ടെ കൂടുക. അങ്ങനെ ഏതുണ്ട് വീട് കൂടണ്ടേ? ഞാനിപ്പോ ശാന്തായി, മദീന ശാന്തായി, മസ്ജിദുൽ ഖുബ പണിതു, മസ്ജിദ് നബി പണിതു, ദഅവത്ത് പരസ്യമായിട്ട് നടത്താൻ പറ്റി, എല്ലാവരും റസൂലുള്ളാന്റെ കൈപ്പിടിയിലായി. മക്കയിലെ കാഫിര്യങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് അടങ്ങി, ബദറൊക്കെ ഒന്ന് താൽക്കാലികമായിട്ട് അടങ്ങി. ഇനി കല്യാണമാണ്. കല്യാണം നല്ല രസമാണ്. അപ്പോൾ ആയിഷാബി ഊഞ്ഞാലാടുകയാണ്. കാരണം അതാലും ഈ പെൺകുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാട്ട്. എന്റെ മോളെ എപ്പോ പോയാലും ഊഞ്ഞാലാണ്ട് കയറിക്കോ, എന്നിട്ട് എന്നോട് അറിയും ആട്ടിപ്പാന്ന് അറിയും. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ഞാൻ ആട്ടി കൊടുക്കല, ഇങ്ങനെ ആട്ടില്ല. ചിലപ്പോൾ എന്റെ കാക്കാടി കൊടുക്കും. ഈ പെൺകുട്ടികൾ ഊഞ്ഞാലും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആൺകുട്ടികൾ അങ്ങനെയല്ല. ആൺകുട്ടികൾ പുട്ടും കടലുണ്ടാക്കി കളിക്കല. ഈ പിന്നെ ചിരട്ടയിൽ ഇങ്ങനെ മണ്ണൊക്കെ കൂടി കോരിയിട്ട് പുട്ടുണ്ടാക്കി ടൈമിൽ കൂടി ഇങ്ങനെ കറി ഒഴിച്ചുകൊണ്ട് കുറച്ച് ഇലകളൊക്കെ ഓർന്ന് വെച്ചിട്ട് പൈസ ആക്കും. പുതിയ 2000-500 ആയിട്ട് ഇങ്ങനെ. ഇപ്പോഴൊന്നും ചേട്ടാ, ഇപ്പൊ ഈ മൊബൈൽ ഇറങ്ങിയോടുകൂടി ഒക്കെ പോയിക്കണം. മൊബൈൽ ഇറങ്ങിയോടുകൂടി ഒക്കെ പതിമല. നാള് ഒരു തള്ള കുടുംബത്തിലെ വല്യമ്മയാണ്, അതിങ്ങനെ നടുവിലിരിക്കുന്നുണ്ട്. പേരക്കുട്ടികളും കുട്ടികളൊക്കെ കൂടി സൈഡിൽ ഒരു 10-40 കുട്ടികളും എല്ലാരും വയറിങ് ചെയ്ത് ഈ കൂടി ഇങ്ങനെ ഇയർഫോൺ ഇട്ട് ചവിട്ടിൽ വെച്ചിട്ട് മൊബൈലിട്ട് ഇങ്ങനെ നിൽക്കുക. തള്ള തൊള്ളയും തുറന്നിട്ട് റബ്ബർ ബന്ധ് കീറിയ മാതിരി ഒരൊറ്റ കുട്ടി ഇങ്ങോട്ടും മുണ്ടില്ല, ഇവിടെ നാണ്ടും മുണ്ടില്ല. 40 ആൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കൊലായിൽ മണിക്കൂർ നിന്നിട്ട് കുടുംബത്തിൽ പരസ്പരം ആണ്ടുകൊണ്ടൊന്നും മുണ്ടില്ല. കാരണം ചെക്കന്മാരെന്നും മിണ്ടാൻ കിട്ടുമല്ലോ, ഒക്കെ കയ്യിലിതാണ്. തള്ളക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാനോട്ട് പറ്റണില്ല. തള്ള ഇതൊക്കെ കൂടി നോക്കിയിട്ട് എന്താ ചേലേ നോമ്പറക്കണരേ ആയിട്ടിരിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ കളിയൊക്കെ എടുത്തു പോയത് മൊബൈൽ രംഗത്ത് ഇറങ്ങിയതുകൊണ്ടാണ്. പഴയ കാലം അങ്ങനെയല്ല. ആ കൂട്ടത്തിൽ ആയിഷ ബീവി ഓർത്തുപോയതാണ്. ഊഞ്ഞാലിൽ വിദഗ്ധയാണ്, എപ്പോഴും ആടും. കല്യാണത്തിന്റെ ദിവസം ഊഞ്ഞാലാടുകയാണ്. അതാ തന്റെ കൂട്ടുകാരികൾ ഒന്നിച്ച് ഊഞ്ഞാലാടുകയാണ്. അപ്പോഴാണ് മണവാളനായി അവിടെ കയറി വരുന്നു മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ നിന്ന് സഹാബാക്കളായിട്ട് റസൂൽ സിദ്ദീഖ് അക്ബറിന്റെ വീട്ടിലെത്തി. അപ്പോ ഉമ്മുറുമ്മാൻ ആയിഷാബിയുടെ ഉമ്മ, ആയിഷ എന്താ അറിയാനല്ലേ, കൊച്ചുകുട്ടിയല്ലേ എന്റെ അമ്മ, ചെറിയ കുട്ടിയല്ലേ, അല്ല ചെറിയ കുട്ടിയാകുമ്പോ എന്താ അറിയാനാ, ഇവിടെ വാ മാനോട്ടി ഒന്ന് കുളിച്ച്. ആയിഷാബിയെ കുളിപ്പിച്ചു. ആയിഷാബീനെ അമ്മ കുളിപ്പിച്ചു കൊടുത്തു. എന്റെ കുട്ടി കുളിക്കുന്ന കുളിപ്പിച്ചു കൊടുത്തു. മുടിയൊക്കെ ഒന്നാണ്ട് ചീകി കൊടുത്തു. പുതിയ തുണിയും കൊപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോഴും ആയിഷാബിക്ക് മനസ്സിലായിട്ടില്ല 9 വയസ്സല്ലേ എന്താണ് സംഗതി എന്ന്. പക്ഷെ മണവാളൻ അൽ അമീൻ മുഹമ്മദ് മുസ്തഫ നേരത്തെ പോയിട്ട് ഇരിക്കുന്നുണ്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി കൊടുത്ത് തുണികുപ്പായൊക്കെ മാറ്റി ഉമ്മുറുമ്മാൻ എന്ന ഉമ്മ ആയിഷ കുട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. റൂമൊക്കെ ഇങ്ങനെ കിടന്നപ്പോ അവിടെ റസൂലുള്ള കണ്ടപ്പോ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൊ നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ റസൂലുള്ളാന്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ട്, കുറച്ച് കുടിച്ചു, ബാക്കി ആയിഷാബി കൊടുത്തു മുഹമ്മദ് മുസ്തഫ. ആയിഷാബി പറയാണ്, കയ്യിൽ പാലിട്ടപ്പോ ഞാൻ നാണം കൊണ്ട് അത് കുടിച്ചു. അങ്ങനെ ഒരു പരിപാടി അന്ന് നടന്നു. കല്യാണം വീട് കൂടിയത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അരമനയുടെ സ്വകാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ പ്രമാണം അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, റസൂലുള്ളാന്റെ അരമനയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാർ ഇത്ര സുഭദ്രമായി ലോകവിജ്ഞാന ശാഖകളെ വികസിപ്പിക്കാൻ പരിശ്രമിച്ച ആയിഷത്തു തുഹ്റ,
പിന്നീട് സ്വഹാബാക്കളിൽ പലരും എന്ത് സംശയങ്ങൾ വന്നാലും സമീപിക്കുന്നത് ആയിഷ ഉമ്മയാണ്. ആയിഷ ഉമ്മയെ സമീപിച്ചുകൊണ്ടാണ് സംശയങ്ങൾ തീർക്കല്. എന്നാൽ സ്വതക്കയിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഓത്തിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ദഅവത്തിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, സുന്നത്ത് നോമ്പിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, എല്ലാത്തിലും മുമ്പിലാണ്. അതിനു പുറമെ പെണ്ണുങ്ങളെ ഒരു കാര്യം പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സാണ്. വഫാത്താകുന്നത് 63 വയസ്സിലാ. ഒരു ഭർത്താവില്ലാതെ വിധവയായി 40 കൊല്ലത്തോളം മദീനയിൽ ജീവിച്ചിട്ട് ചാരിത്ര വിശുദ്ധിക്ക് കളങ്കലേൽപ്പിക്കുന്ന ഒരു ചെറിയ സംഗതി പോലും ആയിഷ ബീവിയെ കുറിച്ച് കേട്ടിട്ടില്ല, കേൾക്കുകയുമില്ല. അബൂദാബിയിൽ കെട്ടിയവൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ട് അതാ കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവ് നാട്ടിലേക്ക് അയച്ചു വന്ന പൈസയുമായി മൊബൈൽ വാങ്ങിയിട്ട് പുറത്തുള്ള ആൺപിള്ളേരുടെ എല്ലാ നമ്പറുകളും ശേഖരിച്ചുകൊണ്ട് പാതിരാവിലെ അമ്മായിമ്മ ഉറങ്ങിയാൽ, അമോശനങ്ങ് റൂമടച്ചാൽ, കൊച്ചുമക്കളങ്ങ് കൂർക്കം വലിച്ചാൽ, അർദ്ധരാത്രിയുടെ ഉള്ളറയില് നാട്ടിലുള്ള സകല ഡ്രൈവർമാരെയോ നാട്ടിൽ ഇഷ്ടപ്പെട്ട കാമുകന്മാരായിട്ടുള്ള ഇവ കോമളന്മാര് ഭർത്താവ് ഉണ്ടാക്കി കുടുങ്ങി കടത്തിൽ കഴിയുന്ന വീടിന്റെ മാർബിളിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ ഭർത്താവ് വാങ്ങിത്തന്ന കട്ടിലില്, ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു വന്ന ബെഡ്ഷീറ്റില് അന്യപുരുഷന്റെ വിയർപ്പിന്റെ ഉപ്പുരസം പുരളാൻ പാതിരാത്രിയിൽ ശരീരം പച്ചമാംസം പോലെ പ്രദർശിപ്പിക്കുന്ന ഈ സദസ്സിലുള്ള പെണ്ണുങ്ങളല്ലോ. പക്ഷെ കേൾക്കുന്നവരിൽ പലരുമുണ്ടല്ലോ. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. 18-ാം വയസ്സിൽ വിധേയയായി 40 കൊല്ലത്തോളം മദീനയിൽ ജീവിച്ചിട്ട് ചാരിത്ര വിശുദ്ധിക്ക് കങ്ങേൽപ്പിക്കുന്ന ഒരു ചെറിയ അംശം പോലെ ആയിഷാബിയെ കുറിച്ച് സംശയിക്കാൻ ചരിത്രത്തിൽ വകുപ്പില്ല. ഇന്നും ഒരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് സംശയം നീങ്ങണില്ല, എപ്പോൾ അവൾക്ക് ഞാൻ വിളിച്ചാലും എപ്പോഴും എൻഗേജിലാണ്. എന്നോട് പറയും മൂത്തമ്മ വിളിച്ചാണ്, എളാപ്പ വിളിച്ചാന്ന് പറയും. പക്ഷേ നാട്ടിൽ വന്നിട്ട് 2 മാസം വന്നപ്പോൾ കണ്ട മനുഷ്യന്മാരൊക്കെ എന്നോട് പറഞ്ഞത്, ഭാര്യയെ ശ്രദ്ധിക്കണം കേട്ടോ, ഓളെ രാത്രി മറ്റേ ഓട്ടോ ഡ്രൈവറെ കൂടെ കാണുന്നുണ്ട്, ഈ തെങ്ങുകാരനെ ആളെ കൂടെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് എന്നോട് പറയുന്നുണ്ട്. എന്താ വേണ്ടത്, തൊലാക്ക് വേണോ വേണ്ടേ, നിങ്ങൾ പറയും പോലെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്നാ, അപ്പം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിളിച്ച് ചോദിച്ചോളി, അപ്പോൾ വേറെ പറഞ്ഞുതരാം. പറഞ്ഞതവിടെ എന്താ പെണ്ണുങ്ങളെ എങ്ങനെ ആയാൽ പറ്റുമോ? പക്ഷെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, കുറെ വളം വെച്ചു കൊടുക്കുന്ന ആണുങ്ങളായ നമ്മളുമാണ്. കാരണം ഒരു മീൻകാരൻ വന്ന പാത്രേറ്റ് പോണ ആരാ? നമ്മൾ പെണ്ണുങ്ങൾ. തേങ്ങടുമ്പോ പെറുക്കി കൂട്ടാൻ പോണ ആരാ? നമ്മൾ പെണ്ണുങ്ങൾ. അന്റെ പണി എന്താ? കൊലയും ഇങ്ങനെ ഇരുന്നിട്ട് കാണുക. അവസാനം തെങ്ങുകാരി ആളെ കൂടെ ബളാണ് ചാടിപ്പോവാ. അപ്പൊ എന്നറിയാ വാതില് തുറന്നിട്ട് ഇയാണേന്ന്. നമ്മള് ഗൾഫില് എന്നിട്ട് തറന്റെ മേലെ നമ്മളെ പെണ്ണും എഞ്ചിനീയറും ഇങ്ങനെ നിൽക്കുക. നമ്മൾ അബുദാബിയില് പുരത്തറന്റെ മേലെ 2 പടപ്പുകൾ മാരിവിന്റെ ശേഷം ആരാ? പുരണ്ടാക്കണ എഞ്ചിനീയർ, നമ്മളെ പെണ്ണുങ്ങളും. അപ്പൊ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പറയാ, ഞാൻ അബ്ദുറഹ്മാൻ പോയി തർമ്മലാണല്ലോ എന്തേ? അല്ല, ഞാനത് പറയാൻ തന്നെ വിളിച്ചത്. പിന്നെ പൊരന്റെ ആക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങള് പൈസ കൊണ്ട് അയച്ചെന്നാൽ മതി. മാർബിളും ടൈൽസൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, പണിക്കാരൊക്കെ ഇവിടെ റെഡിയാ, പൈസ കൊണ്ട് അയച്ചെന്നാൽ മതി. വേറെയുള്ളൊക്കെ നിർത്തി കാളി. ഞാൻ പുബന്റെ കൂടെ സംസാരിക്കാം, പിന്നെ വിളിക്കും. പൊട്ടൻ പൈസ അയച്ചു കൊടുക്കണ്, ഇവലിങ്ങനെ തറമ പോകുന്നു. പിന്നെ മാർബിൾ എടുക്കാൻ പോണ 2 ആളും കൂടി ഓന്റെ വണ്ടിയിലാണ്. അതല്ല അത്ഭുതം. 2 വയസ്സായ മോനുണ്ട്, അതിനെയും കൊണ്ടായ ശല്യാന്ന് ഓൾക്കറിയാം. അപ്പൊ ഈ മോനെ അമ്മായിമ്മനെ ഏൽപ്പിക്കുക. എന്തേ? ഞാനും അബ്ദുറഹ്മാനും കൂടി ഒന്ന് മാർബിൾ ഒന്ന് സെലക്ട് ചെയ്ത് വരാം, നിങ്ങൾ കുട്ടി നോക്കിന്നാ. 2 ആളും കൂടി മാർബിൾ വാങ്ങാൻ വേണ്ടി പോവാ. അപ്പോഴും മറ്റാൾ അബുദാബിന്ന് വിളിച്ചു. ഇപ്പൊ സമയമില്ല, കേൾക്കണില്ല, കാരണം ഹൈവേയില് റേഞ്ച് ഇല്ലാത്ത കൊടുത്താ. എവിടുക്കാ? ഞാൻ എഞ്ചിനീയറും കൂടി മാർബിൾ കാണാൻ പോവാ, നിങ്ങൾ പിന്നെ വിളിക്കും.
പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറയുന്നേ ദീർഘമായിട്ട് പറയില്ല. പൈസ 1 മണി വരെ പോകുന്നപ്പോൾ ഞാൻ 12:40 വരാന്ന് ഞാനും. കാരണം നിസ്കരിക്കാൻ ജമാഅത്തിൽ അവല് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, തടസ്സമുണ്ട, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് തമാശാക്കി പറയില്ല. ഇന്ന് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. എത്ര സ്ഥലത്ത് സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ കയറ്റാൻ വേണ്ടി പോവാം, 2 ആഴ്ച കയറ്റാൻ വേണ്ടി പോയി, പിന്നെ ബസ് ഡ്രൈവർ മുളും കൂടി ചാടി പോവാണ്. അപ്പോൾ ഭർത്താവ് തല പറയാണ്, കുട്ടി ഈ അവിടെ കൊലായ്മ ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടീനെ ബസ്സേറ്റ് ചെയ്യാണ്ട് പോയാൽ പോലെ, എൻ്റെ അത്ര ആരോഗ്യം ഓൾക്കുണ്ടോ, കുട്ടീനെടുക്കുക അയ്യല്ലേ നല്ലത്. ഈ നമ്മളെ യുവതികളായ സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ കൂടി ബസ് ഡ്രൈവർ എടുത്തുക്കും, മീൻകാരെടുത്തുക്കും, ഇറച്ചിക്കാരൻ്റെ എടുത്തുക്കും, ജ്വല്ലറിക്കും, എഞ്ചിനീയർ എടുത്തുക്കും, തേങ്ങ പറിക്ക് കൊണ്ടിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് നമ്മളിങ്ങനെ പുരയിൽ ഉളുപ്പില്ലാതെ ഇരിക്കണ്ടല്ലോ. മനുഷ്യനാകുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ദീനിൻ്റെ നിയമങ്ങൾ നമ്മൾ വിശ്വാസികൾ വളരെ കാർക്കശമായിട്ട് പരിപാലിക്കണമല്ലോ. അതിന് പുറമെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി ഇതിലൊക്കെ എന്താ പറയാ? വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഏതോ സിനിമാ നടന്മാരുണ്ടാക്കി തീർത്ത സംസ്കാരം, അല്ലെങ്കിൽ പാശ്ചാത്യൻ്റെ ഉച്ഛിഷ്ടങ്ങൾ പേറിയിട്ട് അതുകൊണ്ട് കല്യാണം ഭംഗിയാക്കുന്ന, അതാണ് കല്യാണത്തിൻ്റെ കേമമെന്ന് ധരിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്താ നമുക്ക് ഒന്ന് വിലയിരുത്തിക്കൂടെ? ശരീഅത്ത് മുഹമ്മദിൽ ചിട്ടകൾ എവിടെ പോയി? എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികൾ, നമ്മൾ പറഞ്ഞേക്കായിരുന്ന കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം കല്യാണ പരിപാടി തുടങ്ങിയത് ഇങ്ങനെയാണല്ലോ. നാട്ടുകാർക്ക് മൊത്തം പെണ്ണിനെ ഇരുത്തിയിട്ട് സ്റ്റേജിൽ ഇരുത്തുകയാണ്, പരസ്യമായിട്ട് പാൽ കുടിപ്പിക്കുകയാണ്. ആര്? നിസ്കാരത്താകുമ്പോഴുള്ള 5 ഹജ്ജ് ചെയ്ത ആചാര്യ തൻ്റെ 19-20 വയസ്സുള്ള മോളെ ഓപ്പണായിട്ട് സ്റ്റേജിൽ ഇരുത്തുക, ഇപ്പുറത്ത് ചെക്കനെ ഇരുത്തുക. ചെക്കൻ്റെ കൂടെ വന്ന ഒരു കൗമുണ്ട്, അത് മൃഗാണോ മനുഷ്യനാണെന്നും കൂടി പറയില്ല, രണ്ടും അല്ലാത്ത കോലത്തിൽ. എന്നാൽ പോത്തുമല്ല കുരങ്ങുമല്ല എടിപ്പെട്ട ഒരു ജാതി. ഓല് കുപ്പായൊക്കെ കൂടിയിട്ട് ടൗസറും പൊണ്ടിച്ചിട്ട് ഇവിടെ സാസിൽ വന്നിരിക്കുകയാണ്. ഓരോ ആൾക്കാർ മൊബൈലിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കണം. മുമ്പിൽ ഇരുന്നിട്ട് മേൽക്ക് പൊന്തിച്ചവനാണ് നാട്ടിൽ 2 പെണ്ണുങ്ങളെ ഗർഭമുണ്ടാക്കിയ ആൾ. ഓനെപ്പോൾ അത് വന്ന് പിടിക്കണം. അവിടേക്കൊക്കെ സ്വന്തം മോളെ പച്ചയിൽ വെച്ചു കൊടുത്തിട്ട് ഇവനെ കൊണ്ട് പാലും കുടിപ്പിച്ചിട്ട് എടുത്തോളയാടെന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാമറക്കാരനെ വാടകയും കൊടുത്ത് കൊണ്ടുതന്നെ ഈ പള്ളിയിൽ പോയിട്ട് 4 വരുതലാണ്ട് വരുതിയാൽ സ്വർഗം കിട്ടുന്ന കരുതിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയാൻ പറയുന്നുള്ളൂ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് ഇന്ന് ആയിഷ ഉമ്മയുടെ ഓർമ്മയിൽ പിരിയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ആയിഷ ബീവിയുടെ ധർമ്മമൊന്ന് ഓർത്തുകൊണ്ട് പിരിയണേ. ആയിഷ ബീവിയുടെ ധർമ്മം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിക്ക് 1,00,000 രൂപയാണ് ഹദിയായി കൊടുത്തയച്ചത്. 1,00,000 രൂപ. ഉമ്മമാരെ കേട്ടോളോ, ഇത് കയ്യിൽ കിട്ടിയത് രാവിലെയാണ്. ആ സമയത്ത് ആയിഷ ഉമ്മയ്ക്ക് നോമ്പാണ്. ആയിഷ ബീവി അങ്ങ് പബ്ലിസിറ്റി ചെയ്തു, പാവങ്ങളുടെ ലോകത്തേക്ക് കടന്നു വന്നോ, എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, പാവങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഈ വിളിയാളം കേട്ട പാവങ്ങൾ ആയിഷ ഉമ്മയുടെ വീടിന്റെ നാനാഭാഗത്തും അങ്ങ് തമ്പടിച്ചു. നോമ്പ് നോറ്റ ആയിഷ ബീവി രാവിലെ മുതൽ ക്യൂ ആയി നിൽക്കുന്ന പട്ടിണി പാവങ്ങളുടെ കൈകളിലേക്ക് പൈസ കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ, കുട്ടികൾ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ട് പൈസ വാങ്ങുകയാണ്. ളുഹർ വാങ്ങു കൊടുത്തോ, നിസ്കരിക്കാൻ വേണ്ടി നിർത്തിവെച്ചോ, നിസ്കാരാനന്തരം പിന്നെയും കൊടുക്കൽ തുടർന്നു. അസർ വാങ്ങു കൊടുത്തോ, അസർ വരെ കൊടുത്തോ, നിസ്കരിക്കാൻ നിർത്തിവെച്ചോ, പിന്നെയും കൊടുക്കൽ തുടർന്നു. ഇനി മഗ്രിബിന്റെ വാങ്കാണ്. അപ്പോഴാണ് ആയിഷ ഉമ്മയ്ക്ക് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാനുള്ളത്. പക്ഷേ നോമ്പാണെന്ന കാര്യം പോലും മറന്നുകൊണ്ട് എല്ലാ പൈസയും അങ്ങ് കൊടുത്തു. ഒരു ചില്ലിക്കാശ് മാത്രമേ മടിശീലയിലുള്ളൂ. അപ്പോഴാണ് അടിമപ്പെണ്ണ് വന്ന്, സേവനത്തിന് നിൽക്കുന്ന പെണ്ണ് വന്നുകൊണ്ട് പറഞ്ഞു, നോമ്പ് തുറക്കണ്ടേ ഉമ്മാ. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നോമ്പ് തുറക്കണം, അതിനൊരൽപ്പം കാരക്കയും വെള്ളവും കൊണ്ടുവാ. അപ്പോഴാണ് അടിമപ്പെണ്ണ് പറഞ്ഞത്, ഉമ്മാ 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് മുഴുവനും മണിക്കൂറുകളെ കൊണ്ട് 1 രൂപയും ബാക്കി വെക്കാതെ മുഴുവനായി കൊടുത്തില്ലേ? വീട്ടിൽ കാരക്കയില്ല, മുന്തിരിയില്ല, 1,00,000-ൽ നിന്നൊരു 2 രൂപ ബാക്കി വെക്കുകയായിരുന്നെങ്കിൽ നോമ്പ് തുറക്കാൻ കാരക്ക വാങ്ങാമായിരുന്നില്ലേ? പഴങ്ങൾ വാങ്ങാമായിരുന്നില്ലേ? മുന്തിരി വാങ്ങാമായിരുന്നില്ലേ?
അതിനുകൂടി നിങ്ങൾ പൈസ ബാക്കി വെക്കാതെ ഉള്ളത് മുഴുവനും വാരിക്കൊടുത്തില്ലേ? ഇനി എന്താണ് ചെയ്യുക? പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറന്ന ഉമ്മ എന്നങ്ങ് കേട്ടപ്പോൾ ആയിഷ ബീവി, എന്നങ്ങക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ കാരക്ക ഇല്ലാത്തത് എന്നൊന്നും പറഞ്ഞില്ല. മറിച്ച് ആയിഷ ഉമ്മ പറഞ്ഞു, എനിക്ക്1,00,000 രൂപ കിട്ടിയപ്പോൾ അത് ഞാൻ സ്വതക്ക കൊടുത്തതോ ഞാൻ നോമ്പ് നോറ്റതോ എല്ലാം കയ്യിൽ കാശ് വെക്കാതെ പാവങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തി കൊടുത്തതോ എല്ലാ റബ്ബിന്റെ പൊരുത്തത്തിനും റബ്ബിന്റെ കൊട്ടാരത്തിനും റബ്ബിന്റെ ലിഖായിനും സ്വർഗത്തിന്റെ സുഖത്തിനും നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് 1,00,000 ഞാൻ കൊടുത്തത് റബ്ബ് സ്വീകരിച്ചാൽ ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്നാണ് പുന്നാര ഹബീബ് പറഞ്ഞത്. ഞാൻ കൊടുത്ത പൈസയിൽ ഏതെങ്കിലും 1 രൂപ റബ്ബങ്ങ് അവന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിച്ചാൽ, മോളെ നാളെ എനിക്ക് കിട്ടാനുള്ളത് സ്വർഗത്തിലെ കാരക്കയാ, സ്വർഗത്തിലെ ഈത്തപ്പഴമാ, സ്വർഗത്തിലെ റുമ്മാനാ, സ്വർഗത്തിലെ ആപ്പിളാ, സ്വർഗത്തിലെ മുന്തിരിയാ, സ്വർഗത്തിലെ എലന്തമരമാണ്. ഇവിടെ എനിക്ക് പാനീയം കുടിക്കാൻ ഈ കാശില്ലാത്തത് കാരണത്താൽ കഴിഞ്ഞില്ലേലോ. ഈ കാശിന്റെ സ്വതക്കയുടെ ആനുകൂല്യം റബ്ബങ്ങ് സ്വീകരിച്ചുകൊണ്ട് എന്നെ സ്വർഗത്തിലെത്തിയാൽ അവിടെ എനിക്ക് കുടിക്കാൻ കിട്ടുന്നത് പുളിക്കാത്ത പാനീയമാണ്, വറ്റാത്ത മധുരത്തിന്റെ തേനുറവയിൽ നിന്നാണ്, നെയ്പ്പാട പൊന്തിക്കിടക്കാത്ത പാലാണ്, പുളിക്കാത്ത മുന്തിരിയാണ്, ചെയ്യാത്ത ആപ്പിളാണ്, സീസണിൽ മാത്രം ഇറങ്ങുന്ന മാങ്ങയല്ല. അതിലുണ്ട് മുന്തിരി തോട്ടവോറുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. ഹുദമത്തിനായി കാണാമതിൽ ചില കൂട്ടുകള് കാഴ്ചക്ക് തോന്നോ നല്ല കൗതുകമുത്തുകൾ. രോഗങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജമൊത്തിട്ടപ്പോഴും ഉല്ലാസമാ. ഇവിടെ എന്ത് സുഖമാണുള്ളത്? വൈറസ് കൊണ്ട് വിറങ്ങളിക്കുന്നതിൽ മുതലാളിമാര് പെട്ടില്ലേ? ക്യാൻസർ പിടിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരിൽ പൈസ ഉള്ളവർ പെട്ടില്ലേ? അറ്റാക്കിൽ ബ്ലോക്കായി കടന്നുകൊണ്ട് ഒരു നീര് കുടിക്കാൻ കഴിയാതെ, മാങ്ങ കഴിക്കാൻ കഴിയാതെ, ജ്യൂസിന്റെ രുചി കുടിക്കാൻ കഴിയാതെ, ബിരിയാണി കഴിക്കാൻ കഴിയാതെ, അലോപ്പതിക്കാരൻ കൊടുക്കുന്ന ഒലക്ക വലുപ്പമുള്ള ഗുളിക കുടിച്ചുകൊണ്ട് സമയം പോക്കുന്നവരില് കോടികൾ കയ്യിൽ വെച്ച മുതലാളിമാരില്ലേ? ഇത് സുഖിക്കാൻ പറ്റുന്ന ലോകമല്ല. ഇവിടെ ക്യാൻസറിന്റെ ലോകമല്ലേ? പക്ഷിപ്പനിയുടെ, ഡെങ്കിപ്പനിയുടെ, പന്നിപ്പനിയുടെ, ചിക്കൻ പനിയുടെ, അതാ നിപ്പാ വൈറസിന്റെ ലോകമല്ലേ? വാലുകൾക്കുന്ന ചെറുപ്പക്കാരാ, വാലുകൾക്കുന്ന ഉമ്മമാരോ, സ്വർഗത്തിൽ ഡെങ്കിപ്പനിയില്ല, പക്ഷിപ്പനിയില്ല, നിപ്പാ വൈറസ് ഇല്ല, അത് പടർത്തുന്ന നനച്ചീറില്ല, ബ്രോയിലർ കോറിയുടെ നാറ്റമില്ല, ചെമ്മരിയാടിന്റെ മണമില്ല, കാട്ടാനകളുടെ അക്രമമില്ല, മഴ പെയ്തിട്ടുള്ള പനിയില്ല, അവിടെ പാരയും പോരും മേഷണിയും ഭീഷണിയും അപമാനനിന്ദതയും ഇല്ല, അവിടെ സാഹിര്യങ്ങളില്ല, മോഷ്ടാക്കളില്ല, അവിടെ എതിർ സ്ഥാനാർത്ഥികളില്ല, പള്ളിയിൽ വെച്ചുകൊണ്ട് റമദാൻ മാസത്തിലും മടികൂടുന്ന ശത്രുക്കളില്ല, സിഹ്ർ ചെയ്തുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നവരില്ല, അസൂയ കൊണ്ട് പാരവെക്കുന്നവരില്ല, പരസ്പരം വൈര്യമില്ല, വിദ്വേഷമില്ല, സംഘട്ടനമില്ല, സംഘർഷമില്ല. അതങ്ങ് തലയിൽ കയറിയ ആയിഷ റളിയല്ലാഹു തആല കയ്യിൽ കിട്ടിയത് മുഴുവനും സംഭാവന ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് ആരാളുമില്ലാത്ത 6 അടിയുടെ ആഴിയില് സ്വന്തക്കാരാൽ നമ്മൾ താഴ്ത്തപ്പെടുമ്പോ സ്വർഗീയ റൈഹാൻ പൂക്കൾക്കിടയിൽ ആ കബറാകുന്ന മണ്ണർ ഒരു മണിയറയായി കിട്ടി സന്തോഷത്തോടെ കഴിഞ്ഞ് അവസാനം ഇസ്രാഫീൽ സൂറന്ന കാലത്തിലെത്തിയ മഹ്ശർ വൻസഭയിൽ
സദസ്സിൽ അണിനിരന്നുകൊണ്ട് ആയിഷ ഉമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഖദീജ ഉമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്, റാബിയത്തുൽ അദവിയായ കണ്ടുകൊണ്ട് സലാം പറയുന്നുണ്ട്, നഫീസത്തുൽ മിസ്രിയായുടെ കൈ പിടിച്ചുകൊണ്ടൊന്ന് ചുംബിക്കണ്ട്. മക്കൾ ഭർത്താവ് സമേതമായി കുടുംബസമേതം സ്വർഗീയ കൊട്ടാരത്തിൽ ഒന്ന് കഴിയുന്നുണ്ട്. അതിന് പരമാവധി റമദാനിന്റെ മദ്യപത്തിന്റെ പട്ടാപ്പകലിന്റെ മജ്‌ലിസുൽ ഇൽമിന്റെ ഈ സംരംഭത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭംഗിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നൊരു സംഭാവന കൊടുക്കണേ.